ഡൽഹി മാൽവ്യ നഗറിൽ ഉണ്ടായ തീപിടുത്തത്തിന് പിന്നാലെ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും അഗ്നിസുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധന. മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്ത 18 ഹോട്ടലുകൾ അടപ്പിച്ചു. ഇന്നലെ ഉണ്ടായ തീപിടുത്തത്തിൽ 21 പേരാണ് മരിച്ചത്. മാൽവ്യ നഗറിലുണ്ടായ തീപിടുത്തത്തിന് പിന്നാലെ ഈ പ്രദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന 18 ഹോട്ടലുകൾക്കാണ് ഇന്ന് താഴെ വീണത്. ഇന്നലെ ചേർന്ന ലഫ്റ്റനന്റ് ഗവർണറുടെ അധ്യക്ഷതയിലുള്ള ഉന്നതതല യോഗത്തിന് ശേഷം സംസ്ഥാനത്തെ മുഴുവൻ റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ, അതോടൊപ്പം തന്നെ ലോഡ്ജ്, റിസോർട്ട് പോലെയുള്ളവയിൽ അഗ്നിശമന സുരക്ഷാ സംവിധാനങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് വിലയിരുത്തുന്നതിനായി ഇന്ന് രാവിലെ മുതൽ തന്നെ റൈഡുകൾ ആരംഭിച്ചിരുന്നു. സംസ്ഥാന വ്യാപകമായി 1 മാസം നീണ്ടു നിൽക്കുന്ന റൈഡിന്റെ ഭാഗമായാണ് മാൽവ്യ നഗറിൽ ഉൾപ്പെടെ ഇന്ന് പരിശോധനയ്ക്കായി സംഘമെത്തിയത്. തൊട്ടു പിന്നാലെ ഇവിടെ ഹോട്ടലുകളിലുണ്ടായിരുന്ന താമസക്കാരെ ഒഴിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ ഹോട്ടലുകൾ പൂട്ടുകയും ചെയ്തു. ഹോട്ടലുകൾ ബോർഡുകൾ പോലും എടുത്തുമാറ്റി. അതേസമയം ഈ തീപിടുത്തത്തിൽ മരിച്ച വിദേശ പൗരന്മാരെ ജന്മനാടുകളിലേക്ക് എത്തിക്കുന്നതിന്, അവരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ വിദേശകാര്യ മന്ത്രാലയവും സ്വീകരിച്ചു വരികയാണ്. തീപ്പൊള്ളലിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളെ ഇന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത നേരിട്ടെത്തി സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. തീപിടുത്തത്തിന്റെ കാരണക്കാരനായ അല്ലെങ്കിൽ ഈ തീപിടുത്തത്തിൽ ഗുരുതര അനാസ്ഥ വരുത്തിയിട്ടുള്ള ഹോട്ടൽ ഉടമ ഇന്നലെ പിടിയിലായിട്ടുണ്ട്. ലവ്കുഷ് ബജാജ് നൽകുന്ന മൊഴി അനുസരിച്ച് ഈ ഹോട്ടലിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ താൻ ഇടപെടാറില്ല എന്നും ഇതിന്റെ നടത്തിപ്പുകാരനായ മാനേജറായിട്ടുള്ള ജയ്മിശ്രയ്ക്കാണ് പൂർണ്ണ ചുമതല എന്നുമാണ് ലവ്കുഷ് ബജാജ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് തെളിവെടുപ്പും അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകളും ഉണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നേരത്തെ ഈ തീ പിടിച്ച ഹോട്ടലിന് അഗ്നിസുരക്ഷാ സേനാ വിഭാഗത്തിന്റെ NOC ലഭിച്ചിട്ടില്ല എന്ന് കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം തങ്ങളുടെ ഭരണകാലത്തല്ല ഈ അഴിമതി നടന്നത് എന്നാണ് BJP പറയുന്നത്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ കണ്ടെത്തി തക്കതായ ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്നാണ് ഡൽഹി സർക്കാർ പറയുന്നത്. ക്യാമറാമാൻ ഷിജു പട്ടുവത്തിനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.